ഡിഫൻസ് ലീഡറിന്റെ തലയ്ക്കകത്താണ് കളക്ഷൻ. കാശ് മേടിക്ക്. ദയവ് ചെയ്ത് ഈ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുന്ന പരിപാടി നിർത്തണം. നിങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയാണ് ലോകത്തെ ഏറ്റവും ഈസിയസ്റ്റ് മണി. നിർത്തണം. ഈ കളക്ഷൻ എന്ന് പറയുന്നത് ആരുടെ തലയ്ക്കകത്തുള്ളതാ? നിങ്ങൾ പോയി അവന്റെ മുന്നിൽ ക്യൂ നിൽക്കണം. അവൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിൽ സാധനം കൊടുക്കാൻ. നിങ്ങൾ ഇതിലാര്? ക്യാഷ് വരാത്ത ബാക്കിയെല്ലാം വെറും ആഗ്രഹം മാത്രമാണ്, വെറും ഒരു ഹോപ്പ് മാത്രമാണ്. നിങ്ങൾ ഇതിലാര്? ഒന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്തോണം. ഒഫൻസ് ലീഡർ വേഴ്സസ് ഡിഫൻസ് ലീഡർ. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഇന്ന് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കവിടെ ഒരു നല്ല ഡിഫൻസ് ലീഡറിന്റെ കുറവുണ്ട്. യെസ്, കാരണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് സെയിൽസിലാണ്, മാർക്കറ്റിങ്ങിലാണ്, കൂടുതൽ വരുമാനം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ലാഭം കണ്ടെത്താനോ നിങ്ങൾ ചെലവുകൾ ചുരുക്കാനോ അല്ല ശ്രദ്ധിക്കുന്നത്. കാരണം അത് ചെയ്യുന്നത് ആരാണ്? അത് ഡിഫൻസ് ലീഡറാണ്. സോ നമുക്ക് ആദ്യം ഡിഫൻസിലേക്കൊന്ന് പോവാം, എന്നിട്ട് നമുക്ക് ഒഫൻസിലേക്ക് വരാം. ഓക്കെ, നമ്മൾ ഇത് രണ്ടും പഠിക്കുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാനും പഠിക്കുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ ക്രൈസിസ് സമയത്ത് കാശ് ഉണ്ടാക്കാനും നമുക്ക് പഠിക്കാം എങ്ങനെയെന്നുള്ളത്. നമുക്ക് ആദ്യം ഡിഫൻസിലേക്ക് ഒന്ന് ഇറങ്ങാം. ഡിഫൻസിൽ വരുമ്പോൾ നിങ്ങൾ ഈ അക്കൗണ്ടൻസിയുടെ അല്ലെങ്കിൽ ഫിനാൻസിന്റെ ഫൗണ്ടേഷൻ ഒന്ന് മനസ്സിലാക്കണം. ആ ഫൗണ്ടേഷൻ മനസ്സിലാക്കണമെങ്കിൽ 3 കാര്യങ്ങളെ കുറിച്ച് അറിയണം. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് റവന്യൂ. രണ്ടാമത്തതാണ് പ്രോഫിറ്റ്. മൂന്നാമത്തതാണ് ക്യാഷ് ഫ്ലോ. 1 റവന്യൂ, 2 പ്രോഫിറ്റ്, 3 ക്യാഷ് ഫ്ലോ. ഇത് 3ഉം എന്ത് എന്ന് ആദ്യമേ മനസ്സിലാക്കണം. ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. The most important financial truth in business: revenue, profit and cash flow. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റവന്യൂ ഈസ് നോട്ട് ഈക്വൽ ടു പ്രോഫിറ്റ്. റവന്യൂവും പ്രോഫിറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രോഫിറ്റും ക്യാഷ് ഫ്ലോയുമായിട്ടും ഒരു ബന്ധവുമില്ല. ഇത് 3ഉം 3ആണ്. 1 റവന്യൂ, 2 പ്രോഫിറ്റ്, 3 ക്യാഷ് ഫ്ലോ. എന്താണെന്ന് സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ലെറ്റ്സ് സേ നമുക്കൊരു കച്ചവടം കിട്ടി. ഓക്കെ, ഈ കച്ചവടത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ. 10 ലക്ഷം രൂപ, വിച്ച് മീൻസ് റവന്യൂ ഈക്വൽസ് 10 lakhs. 10 ലക്ഷം രൂപ വരുമാനമുണ്ട്. ഒരു കച്ചവടം നടന്നു, 10 ലക്ഷം രൂപയാണ്. ഇതിന്റെ അകത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഇതിൽ ഈ 10 ലക്ഷത്തിന്റെ അകത്ത് 8 ലക്ഷം രൂപ നമുക്ക് എക്സ്പെൻസ് ഉണ്ട് എന്നിരിക്കട്ടെ. 10ൽ 8 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട്. ആ മെച്ചം വരുന്ന 2 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ്. റവന്യൂ എന്താണ്? നമുക്ക് കിട്ടിയ ടോട്ടൽ സെയിൽസ് വാല്യൂ. 2 എന്താണ്? അതിൽ നമുക്ക് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് എന്ത് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ചില ബിസിനസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്ര ടേൺ ഓവർ ഉള്ള കമ്പനി എന്ന് പറഞ്ഞിട്ട് അതിൽ അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര കോടിയുടെ ടേൺ ഓവർ ഉണ്ട് എന്ന് പറയുന്നവർ. അവരോട് ഒരു ചോദ്യം, നിങ്ങൾക്ക് അതിൽ എത്ര ലാഭമുണ്ട് എന്നുള്ളത്. ഇനി ചിലരുണ്ട്, അവർക്ക് നല്ല റവന്യൂ ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ക്യാഷ് ഫ്ലോ, ചോദ്യം ഇതാണ്: 10 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു, സാധനം കൊടുത്തു, എക്സ്പെൻസ് കഴിഞ്ഞ് 2 ലക്ഷം രൂപ ലാഭമുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: വാട്ട് ഇഫ് കസ്റ്റമർ നിങ്ങൾക്ക് പൈസ തന്നിട്ടില്ലെങ്കിലോ? ക്യാഷ് ഫ്ലോ ഈസ് 0. ശ്രദ്ധിച്ച് കേൾക്ക്. 10 ലക്ഷം രൂപയുടെ റവന്യൂ, 8 ലക്ഷം രൂപ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ കസ്റ്റമർ പേയ്മെന്റ് തന്നിട്ടില്ല. നിങ്ങൾ 30 ദിവസത്തെ അല്ലെ 60 ദിവസത്തെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുക, കടം കൊടുത്തിരിക്കുക, വിച്ച് മീൻസ് ക്യാഷ് ഫ്ലോ ഈസ് 0. എൻ്റെ ചോദ്യം അതാ, പിന്നെ എന്തിന് ഇങ്ങനത്തെ ഒരു റവന്യൂ? ഇതൊരു അസംഷനാ. 10 ലക്ഷം രൂപയുടെ ഇൻവോയ്സ് ചെയ്തു, ഇതിൻ്റെ അകത്ത് 2 ലക്ഷം രൂപ എനിക്കുള്ളതാ. ഇതും ഒരു ഊഹമാണ്, അല്ലെങ്കിൽ ആഗ്രഹം മാത്രമാണ്, പേപ്പറിൽ മാത്രമാണ് പ്രോഫിറ്റ്. യഥാർത്ഥ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ പൈസ പെട്ടിയിൽ വീഴണം. അതവിടെ വീഴുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്റെ പ്രശ്നം എവിടാന്നറിയോ? ഒരു കമ്പനിക്ക് 50 ലക്ഷം രൂപയുടെ റവന്യൂ ഉണ്ട്,
പേപ്പറിൽ നോക്കുമ്പോൾ 10 ലക്ഷം രൂപയുടെ ലാഭമുണ്ട്. പക്ഷേ കസ്റ്റമർ 90 ദിവസം കഴിഞ്ഞേ പേയ്മെന്റ് തരത്തുള്ളൂ. നിങ്ങൾ ചോദിക്കും 90 ദിവസം കഴിഞ്ഞാലും കിട്ടുമല്ലോ. ഇവിടെ ഇതിന്റെ പ്രശ്നം എന്താ? ഈ പറഞ്ഞ 90 ദിവസവും എന്ന് പറയുന്ന 3 മാസമാണ്. ഈ 3 മാസവും നിങ്ങൾ സ്റ്റാഫിന് സാലറി കൊടുക്കണം. ഈ 3 മാസവും നിങ്ങൾ റെന്റ് കൊടുക്കണം. ഈ 3 മാസവും നിങ്ങൾ ഈ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ലേബറിന്റെ പൈസ കൊടുക്കണം. അതിന്റെ മെറ്റീരിയലിന്റെ പൈസ നിങ്ങൾ എടുക്കണം. ഈ പറയുന്ന സ്റ്റോക്ക് ചെയ്തതിന്റെ പൈസ നിങ്ങൾ, ഈ പറയുന്നതെല്ലാം ലോൺ ആയിരിക്കും എടുത്തിരിക്കുന്നത്. ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾ അടയ്ക്കണം. ഷോപ്പിന്റെ റെന്റ് കൊടുക്കണം. ഇന്റർനെറ്റ്, പെട്രോള്, വണ്ടി, EMI, ഇതെല്ലാം ഈ 90 ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കിക്കൊണ്ടേയിരിക്കണം. ഇതിന്റെ പ്രശ്നം എന്താ? ഈ സാധനം വന്നില്ലെങ്കിൽ ഈവൻ ദോ പേപ്പറിൽ പ്രോഫിറ്റബിൾ ആണെങ്കിലും യു വിൽ ഗോ ബാങ്ക്രപ്റ്റ്. നിങ്ങൾ പാപ്പരാവും. കാരണം അക്കൗണ്ടിൽ ഒന്നും ഇല്ല, പെട്ടിയിൽ കാശ് വീണിട്ടില്ല. പക്ഷെ പേപ്പറിൽ നോക്കുമ്പോൾ ഭയങ്കര ടേൺ ഓവർ, ഭയങ്കര ലാഭം, പക്ഷെ പെട്ടി കാശില്ല. സോ റവന്യൂ ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കളക്ഷൻ. ശ്രദ്ധിച്ച് കേട്ടോണം, റവന്യൂ ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കളക്ഷൻ. ഈ കളക്ഷൻ എന്ന് പറയുന്നത് ആരുടെ തലയ്ക്കകത്തുള്ളതാ? ഡിഫൻസ് ലീഡറിന്റെ തലയ്ക്കകത്താണ് കളക്ഷൻ. കാശ് മേടിക്ക്. ഇത് ഡിഫൻസ് ലീഡറാ. ഈ സെയിൽസുകാരൻ അല്ലെങ്കിൽ ഈ ഒഫൻസ് ലീഡറുടെ തലയിൽ എന്താ? അടുത്ത സെയില്. എന്റെ ചോദ്യം, മന്ത്ലി അല്ലെ വീക്കിലി മീറ്റിംഗിൽ നിങ്ങൾ എന്താണ് കണക്ക് കൂട്ടുന്നത്? റവന്യൂ. കഴിഞ്ഞ ആഴ്ച എത്ര റവന്യൂ ഉണ്ടാക്കിയെന്നാണോ? അതോ കഴിഞ്ഞ ആഴ്ച എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നാണോ? കിങ്സ് ക്ലബിലെയും കിങ് മേക്കേഴ്സിലെയും ഓരോ ബിസിനസ്സുകാരനും എല്ലാ ആഴ്ചയും നോക്കുന്നത് ഈ ആഴ്ച എത്ര കളക്ഷൻ കൊണ്ടുവന്നു എന്ന് മാത്രമാണ്. കാരണം വി ആർ ഇൻ ക്യാഷ് ഫ്ലോ ബിസിനസ്. ക്യാഷ് വരാത്ത ബാക്കിയെല്ലാം വെറും ആഗ്രഹം മാത്രമാണ്, വെറും ഒരു ഹോപ്പ് മാത്രമാണ്. റവന്യൂ ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കളക്ഷൻ. സോ ക്യാഷ് ഫ്ലോ ആണ് റിയൽ സ്കോർ കാർഡ്. ക്യാഷ് ഫ്ലോ ശ്രദ്ധിക്കാതെ നിങ്ങൾ എത്ര വരുമാനം ഉണ്ടാക്കിയെന്നും അതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ അഹങ്കരിച്ചാലും പെട്ടി കാശ് വീഴാത്തടത്തോളം, ഇതാ ഞാൻ കോഴിക്കോട് പറഞ്ഞേ, ഈ കാശ് വന്നില്ലെങ്കിൽ ഇതിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ സ്റ്റോക്കിനുള്ളത് കൊടുത്തു, ലേബറിന് കൊടുത്തു, സ്റ്റാഫിന് കൊടുത്തു, ഇന്റർനെറ്റിന് കൊടുത്തു, ഇതിനെല്ലാം കൊടുത്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ അപ്ഫ്രണ്ട് പേയ്മെന്റ് കൊടുക്കണം. നമ്മളൊരു ഫാർമസി ചെന്നാൽ മുൻപേർ കാശ് കൊടുക്കണം. നമ്മളൊരു ഹോട്ടലിൽ ചെന്നാൽ കാശ് കൊടുക്കണം. ഇവിടെ ഒന്നും നമുക്ക് കടമില്ല. പിന്നെ നിങ്ങൾ മാത്രം എന്തിനാ ഈ കടം കൊടുക്കുന്നേ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇവിടെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ഇൻഡസ്ട്രി അങ്ങനല്ല സാർ. ഹലോ സാർ, ഒറ്റ ചോദ്യം, എന്ത് പറ്റി ഇപ്പോ? ഈ വാറ് അല്ലെങ്കിൽ ഈ ക്രൈസിസ് ബാധിച്ചിട്ടില്ലാത്തവന്മാര് പോലും പൈസ കൊടുക്കുന്നില്ല. എന്ത് പറയുന്നത്? വാറല്ലേ? സോ ഇത് തലേ കിടക്കുന്ന ഒഫൻസ് ലീഡേഴ്സ് എന്ത് ചെയ്യും? ദേ സെലിബ്രേറ്റ് സെയിൽസ്. ഒരു വലിയ സെയിൽസ് കിട്ടുമ്പോഴത്തേന് ഇവർ ഭയങ്കര സെലിബ്രേഷൻ. നോ, സെലിബ്രേറ്റ് ഓൺലി കളക്ഷൻസ്. നിങ്ങൾ ഇന്ന് തൊട്ട് നോക്കേണ്ടത് എത്ര രൂപ കളക്ട് ചെയ്തു എന്ന് മാത്രമായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ എല്ലാ ദിവസവും സ്റ്റേറ്റ്മെന്റ് കിട്ടണം. എവിടുന്നൊക്കെ ആരൊക്കെ എത്ര രൂപ തരാനുണ്ടെന്ന് അത് പോയി മേടിച്ചോണ്ട് വരാൻ പറയണം. പുതിയ സെയിൽ എടുത്തില്ലെങ്കിലും വേണ്ടിയില്ല, കിട്ടാനുള്ള പൈസ അത് മേടിച്ചോണ്ട് വരാൻ പറയണം. കാരണം ദിസ് ഈസ് ദ ഈസിയസ്റ്റ് മണി ഇൻ ദ വേൾഡ്. നിങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയാണ് ലോകത്തെ ഏറ്റവും ഈസിയസ്റ്റ് മണി. അത് മേടിച്ചോണ്ട് വരുന്നവന് വേണം ഇൻസെന്റീവ് കൊടുക്കാൻ, അല്ലാതെ ഇതിനല്ല. ഇൻസെന്റീവൈസ് സെയിൽസ് ടീം ഓൺലി ഫോർ കളക്ഷൻ. ഇത്ര രൂപയുടെ കളക്ഷൻ കൊണ്ടുവന്നാലേ നിനക്ക് ശമ്പളം ഉള്ളതെന്നൊന്ന് പറഞ്ഞേ. ഇത്ര രൂപയുടെ കളക്ഷൻ കൊണ്ടുവന്നാലേ നിനക്ക് ഇൻസെന്റീവ് ഉള്ളതെന്നൊന്ന് പറഞ്ഞേ. അവൻ മേടിച്ചോണ്ട് വരും. ഇപ്പൊ എന്താ അവൻ അത് മേടിക്കാത്തേ? നമ്മുടെ പൈസയല്ലേ. അവനെന്താ? അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ്, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. നിങ്ങൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. സോ ഈ റവന്യൂന്റെ വലിപ്പം കൂട്ടുന്നതിൽ ഒരു കാര്യമില്ല until you get cash. സോ ദയവ് ചെയ്ത് ഈ കസ്റ്റമേഴ്സിന് ലോങ് ക്രെഡിറ്റ് കൊടുക്കുന്ന പരിപാടി നിർത്തണം. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളുടെ ഇൻഡസ്ട്രി അങ്ങനല്ല സാർ. എന്റെ ചോദ്യം, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ എന്തിനാ ബിസിനസ് ചെയ്യുന്നേ? തന്നോട് ആര് പറഞ്ഞു അതിൽ തന്നെ ബിസിനസ് ചെയ്യണം?
ഇനി ആർക്കാണ് ഈ അപ്ഫ്രണ്ട് പേയ്മെന്റ് കിട്ടാത്തെ? നിങ്ങളെ ഈസിലി റീപ്ലേസബിൾ ആണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ജനറൽ ആണെങ്കിൽ നിങ്ങളെ എങ്ങനെ കാണൂ? നിങ്ങളൊരു സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ, നിങ്ങളൊരു എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. അല്ലാതെ അവർ കാശ് തരാത്തതല്ല പ്രശ്നം. നിങ്ങൾ കൊടുത്തില്ല, വേറൊരിടത്തും കൊടുക്കും. കാരണം എന്താ? നിങ്ങളും അവനും ഒരുപോലെയാ. നിങ്ങളെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ആർക്ക് അപ്ഫ്രണ്ട് കിട്ടുന്നത്? ഓൺലി ഫോർ എക്സ്പേർട്സ്, സ്പെഷ്യലിസ്റ്റ്. അവരുടെ കടയുടെ മുന്നിൽ ആൾ വന്ന് ക്യൂ നിൽക്കും, അവൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷണൽ സാധനം മേടിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ പോയി അവന്റെ മുന്നിൽ ക്യൂ നിൽക്കണം, അവൻ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷണൽ സാധനം കൊടുക്കാൻ. നിങ്ങൾ ഇതിലാര്? നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ കളക്ഷനിൽ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ സെയിൽസ് വോളിയം കൂട്ടുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന് ശ്വാസം എടുത്തേ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇതുപോലെയാണ്. ദാ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ക്യാഷ് ഫ്ലോ മാത്രം ഞാനൊന്ന് എടുത്ത് എഴുതുകയാണേ. ഇത് ക്യാഷ് ഫ്ലോ. ഇപ്പം നമ്മൾ ശ്വാസം എടുത്തില്ലേ, അതാണ് ഇൻഹെയിൽ. ഇൻഹെയിൽ എന്താണ്? ക്യാഷ് ഇൻ, അകത്തേക്ക് കാശ് വരുന്നത്. ഇതെന്താണ്? എക്സെയിൽ. എക്സെയിൽ എന്താണ്? ക്യാഷ് ഔട്ട്, ബിസിനസിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കാശ് പോകുന്നു. ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. ഈ കടം കൊടുക്കുമ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാം? ശ്വാസം അകത്തേക്ക് എടുക്കാനില്ല, പുറത്തേക്ക് മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എത്ര നേരം പോവും? എത്ര ദിവസം പോവും? ഇൻ ഇല്ല, ഔട്ട് മാത്രമേ ഉള്ളൂ. എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ പറഞ്ഞ സാധനം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതാണ് യഥാർത്ഥ പ്രശ്നം.